സഹൃദരെ നമസ്കാരം. മാച്ച് 71, ക്വാളിഫയർ 1, RCB വേഴ്സസ് GTയുടെ സെക്കൻഡ് ഇന്നിങ്സ്. 255 റൺസ് വിജയലക്ഷ്യമിട്ട ടീം 162 റൺസിന് ഓൾ ഔട്ടായി 19.3 ഓവറിൽ. RCB 92 റൺസിന് ജയിച്ച് ഫൈനലിൽ ആദ്യം എത്തുന്ന ടീമായി മാറി. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു. 3 മേഖലയിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രകടനം. ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങും എല്ലാം. പവർ പ്ലേയിൽ 6 ഓവറിൽ 51-5 അപ്പോഴേ തീരുമാനമായി. ശരിക്കും ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സായി സുരക്ഷൻ ഹിറ്റ് വിക്കറ്റായിരുന്നു. കയ്യിൽ നിന്ന് ബാറ്റ് തെറിച്ച് സ്റ്റമ്പി വീണതാണ് കടുത്ത അടിയായി പോയത്. അല്ലെങ്കിൽ 200 മുകളിൽ ഉറപ്പായിട്ട് എടുക്കേണ്ട ടീമായിരുന്നു. സായി സുരക്ഷൻ 9 ബോൾ 14 റൺസ് 3 4. ഡഫിയ വിക്കറ്റ് കിട്ടി. ഗിൽ അതുപോലെ 7 ബോൾ 2 റൺസ് ഭുവനേശ്വർ എടുത്തായിരുന്നു. ബട്ട്ലർ 11 ബോൾ 29 റൺസ് 4 4 2 6 ഏസിലൂടെ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നല്ല പെർഫോമൻസ് പറഞ്ഞാൽ തിവാട്ടി ഇമ്പാക്ട് പ്ലെയർ നടത്തിയ മാത്രമേ ഉള്ളൂ. 43 ബോൾ 68 റൺസ് 8 4 4 6 ആ വിക്കറ്റ് ഭുവനേശ്വർ എടുത്തത്. ഡഫി 39 റൺസിന് 3 വിക്കറ്റ് 4 ഓവറിലും. ഭൂവി 25 റൺസിന് 2 വിക്കറ്റ് 4 ഓവറിലും. ഹേസിലോട്ട് 39 റൺസിന് 1 വിക്കറ്റ്. റസീഖ് അതുപോലെ റസീഖ് ദാർ 24 റൺസിന് 2 വിക്കറ്റ്. പാണ്ഡ്യ വീണ്ടും 16 2. ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് ബോൾ ചെയ്ത് അത് പറഞ്ഞ ഒരു അസാധ്യ പ്രകടനം തന്നെയായിരുന്നു. ഇനി GTക്ക് ഒരു ചാൻസിലുണ്ട്. അതായത് നാളത്തെ കളിയിൽ SRH വേഴ്സസ് RRൽ ജയിക്കുന്ന ടീമുമായിട്ട് ഒരു മാച്ച് വരെ കളിച്ച് ക്വാളിഫയർ 2 കളിച്ച് ഫൈനലിൽ പോയ ചാൻസിലുണ്ട്. GT ഇന്ന് സംഭവിച്ച മിസ്റ്റേക്സൊക്കെ തിരുത്തി ഒരു ഹെവി ആയിട്ട് വരുമെന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് എന്തായാലും നാളത്തെ മാച്ചിൽ കാണാം. ബൈ.